അതായത് ബ്രെയിൻ സയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാറുകൾക്കൊക്കെ പറ്റിയ ഒരു ഗാഡ്ജറ്റാണ്. അതായത് ലോങ് ഡ്രൈവ് ട്രാവൽസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാർജ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബാങ്ക്വുഡ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൈസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇത് വെച്ചൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രൊഡക്റ്റ്. ഇതൊരു പവർ ഇൻവേർട്ടർ ആണ്, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട്, കാറിൽ നമുക്ക് വരുന്ന വോൾട്ടേജ് അറിയാമല്ലോ, 12 വോൾട്ടാണ്. ആ 12 വോൾട്ടിനെ 220 വോൾട്ട് AC-യിലേക്ക് ആക്കി തരും. അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ ഇതാക്കി തരും. അപ്പോൾ നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് എന്തായാലും നോക്കാം. ഞാനിത് ബാങ്ക്വുഡിൽ നിന്നാണ് വാങ്ങിയത്. ബാങ്ക്വുഡിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് 4000 വോൾട്ട് എന്നൊക്കെ പറയുന്നത്, 4000 വാട്ട്സ് ആണ് ഇതിനകത്ത് പവർ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും കിട്ടില്ല, പ്രതീക്ഷിക്കേണ്ട. അതേപോലെ തന്നെ ഇത് പ്യുവർ സൈൻ വേവ് അല്ല, മോഡിഫൈഡ് സൈൻ വേവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. നല്ല ചാർജറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും അത്ര പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ചാർജറൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യരുത്. ഇതിനകത്തുനിന്ന് വരുന്ന കറണ്ടിന് ഒരു ഗ്യാരണ്ടി അവർ പറയുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ ചാർജ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഇൻ കേസ് എൻ്റെ കേസിൽ കുറേ ബാറ്ററി എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലതിനൊക്കെ ഈ പറഞ്ഞ പോലെ 220 വോൾട്ടിൻ്റെ പ്ലഗ് പോയിന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. നമുക്കത് കാറിലൊന്നും കുത്താൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി സ്റ്റോപ്പ് ചെയ്തിട്ടും ആരെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ലിങ്ക് എന്തായാലും ഞാൻ തരാം. എക്സാക്ട് റേറ്റ് എനിക്കും വലിയ പിടിയില്ല, ഞാൻ എന്തായാലും നോക്കട്ടെ. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ സാധനം. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഇത്രയും വലിയൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലഗ് പോയിന്റ്, അതേപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് USB പോർട്ടും ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല, സോ എനിക്ക് തോന്നുന്നു ഡമ്മിയാണെന്ന് തോന്നുന്നു, വെറുതെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കണെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. പിന്നെ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ പിന്നെ വരുന്ന ഒരു യൂണിറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് പ്ലഗ് ചെയ്യാനുള്ള പ്ലഗ് കണക്റ്റേഴ്സ് ആണുള്ളത്. അതിൽ നിന്ന് പ്ലഗ് ചെയ്ത് ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് നമ്മുടെ ഇതിൻ്റെ പുറകിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാൻ ഉണ്ട്, ചെറിയൊരു ഫാൻ ഉണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കാറിൻ്റെയൊക്കെ ചാർജിങ് പോർട്ട് ഉണ്ട് അല്ലെ, സിഗരറ്റ് ലൈറ്റിംഗ് പോർട്ട്. അതിൽ നിന്ന് വരുന്ന ഇതാണ് ഈ കാണുന്ന ജോയിൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ അകത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്രോണിൻ്റെ ഒരു ചാർജറുണ്ട്, ബാറ്ററി ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചാർജർ. അപ്പോൾ ഇത് വേറെ അടുത്തും വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല, പ്ലഗ് പോയിന്റ് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ ഒപ്പം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതെന്തായാലും കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ സിഗരറ്റ് ലൈറ്റിംഗ് പോർട്ടിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ബോഡി ഒരു മെറ്റലാണ്, അലുമിനിയം ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചാർജിങ് ബോർഡിൽ ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന ഈ ചാർജർ നമുക്ക് എന്തായാലും ഊരെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സാധനത്തിന് ഇത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലെങ്ത് ഒരു ഇത്തിരി കുറവാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒരിടത്തും അങ്ങനെ മര്യാദക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുറകിലൊരു ഫാൻ ഉണ്ട്, കണ്ടോ, കറങ്ങുന്നുണ്ട്. സോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഒരു കൈക്ക് കണക്ട് ചെയ്യൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതെന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഓക്കെ, അത് ഓണായി. ഓക്കെ, അപ്പോൾ ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാറ്ററി ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലൊരു ഫാൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിപ്പോൾ എല്ലാം റണ്ണിങ് ആണ്, എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. പ്യുവർ സൈൻ വേവ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ അത്രപ്പുറത്ത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡയറക്റ്റ് കറണ്ട് വന്നൊരു അഡാപ്റ്ററോ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിലേക്കും കണക്ട് ചെയ്യാതിരിക്കുക. ഇൻ കേസ് ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ചാർജറിൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രോണിൻ്റെ ബാറ്ററിയുടെ ചാർജറാണ്. സോ അത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് ആയിക്കോളും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തേക്ക് നേരിട്ട് കണക്ട് ചെയ്യാതിരിക്കുക.
ചാർജിങ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഓൺ ചെയ്തിട്ടിട്ട് ലാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കുക. കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മോഡിഫൈഡ് സൈൻ വേവ് ആണ്. പ്യുവർ സൈൻ വേവ് എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നത്. മോഡിഫൈഡ് സൈൻ വേവ് ആണ്. പ്യുവർ സൈൻ വേവ് ആണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് വരുള്ളൂ. ഇതിൽ വോൾട്ടേജിന് ചിലപ്പോൾ ഒരു വേരിയേഷൻ വന്നേക്കാം. നമുക്കൊരു ഗ്യാരണ്ടി, ഈ പറഞ്ഞ പോലെ സാധനത്തിന് ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ആമസോണിൽ ഇതേപോലത്തെ പ്രൊഡക്ട്സ് കിട്ടും, ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആമസോണിലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, പോയി വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 3000 സംതിങ് എന്തോ വരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ഇതേപോലെ എന്തെങ്കിലും ലോങ് ഡ്രൈവ് പോകുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കാം. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് എവിടെ പോയാലും എന്താ പറഞ്ഞാൽ എവിടെയും റൂം എടുത്താലോ അല്ലെങ്കിൽ ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ടാവും. സോ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ലോങ് ഡ്രൈവിന് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കാം. നമ്മുടെ സിഗരറ്റ് ലൈറ്റും പോർട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.